ഹായ്, എൻ്റെ പേര് അശുതോഷ്. ഞാൻ BPD ഡിവിഷൻ ഏരിയ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു, ടെക്നിക്കൽ ഡിവിഷൻ. നമ്മളിവിടെ അൾട്രാടെക് കുറച്ചധികം പ്രോഡക്ട്സ് ആണ് വെച്ചിട്ടുള്ളത്. ഇതിൽ നമ്മൾ ബേസിക്കലി വാട്ടർ പ്രൂഫിംഗ് സെഗ്മെൻറ്റ്സ് ആണ് ഇവിടെ മെയിനായിട്ട് വെച്ചിട്ടുള്ളത്. അതിൽ നമ്മളിപ്പോൾ ഒരു 4 സ്റ്റേജ് ആയിട്ടാണ് ഇവിടെ പ്രൊഡക്ട്സ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യം വരുന്നത് DPC കോട്ടിംഗ് ആയിട്ടുള്ള ബിറ്റുബ്രോ എന്ന് പറയുന്ന ഒരു കോട്ടിംഗ് ആയിരുന്നു. ഇതൊരു കോൾഡ് ബിറ്റുമിനസ് എമൽഷനാണ്. ഇത് കാപ്പിലറി ആക്ഷൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരുന്നു. ഇത് പ്ലിന്ത് ബീമിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതൊരു 3 കോട്ട് ആപ്ലിക്കേഷനാണ് വരുന്നത്. ഇത് മെയിൻലി ഫസ്റ്റ് കോട്ട് വന്നിട്ട് ഡയലൂട്ട് ചെയ്തിട്ടും സെക്കൻഡും തേർഡും വിത്തൗട്ട് ഡയലൂഷനിലാണ് ഈ മെറ്റീരിയൽ അപ്ലൈ ചെയ്യുക. പിന്നീട് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റാണ് വരുന്നത്. ഇൻ്റഗ്രൽ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതൊരു 200 ml ആണ് നമ്മൾ പെർ ബാഗ് എന്ന് പറയുന്ന രീതിയിൽ അപ്ലൈ ചെയ്യുന്നത്. ഇതിൻ്റെ യൂസേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കോൺക്രീറ്റിൻ്റെ വർക്കബിലിറ്റി കൂട്ടാനും അതേപോലെ വാട്ടർ സിമെൻറ്റ് റേഷ്യോ കുറയ്ക്കാനുമായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഈ ഒരു വെതർ പ്രോ WP200 എന്ന് പറയുന്ന മെറ്റീരിയൽ. പിന്നീട് അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾക്ക് ഫ്ലെക്സ് എന്ന് പറയുന്ന വേറൊരു മെറ്റീരിയൽ വരുന്നുണ്ട്. ഫ്ലെക്സ് എന്ന് പറയുന്നത് ഒരു സിമെൻറ്റീഷ്യസ് പ്രൊഡക്റ്റ് ആണ്. നമ്മൾക്ക് ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് ബാത്റൂം വാട്ടർ പ്രൂഫിങ്ങിനായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ബാത്റൂം വാട്ടർ പ്രൂഫിങ്ങിന് ഇതൊരു 2 കോട്ട് ആപ്ലിക്കേഷൻ ആയിട്ടാണ് ചെയ്യുന്നത്. ബ്രഷ് ആപ്ലിക്കേഷനാണ് ഇത് മെയിനായിട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് കോട്ട് ഇതിലുള്ള പൗഡറും ലിക്വിഡും പാടെ മിക്സ് ചെയ്തിട്ട് ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം ഒരു 6 മണിക്കൂറിന് ശേഷം സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യുന്നു. ഇത് ചെയ്തതിന് ശേഷം 3 ദിവസം കഴിഞ്ഞിട്ട് ടൈൽ അപ്ലൈ ചെയ്യാവൂ. അങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. പിന്നീട് ടോപ്പ് കോട്ട് സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ ടോപ്പ് ഷീൽഡ് എന്ന് പറയുന്ന ഈ ഒരു മെറ്റീരിയൽ വരുന്നുണ്ട്. ടോപ്പ് ഷീൽഡിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 കോട്ട് ആപ്ലിക്കേഷനാണ് വരുന്നത്. ഫസ്റ്റ് കോട്ട് 30% വാട്ടർ ആഡ് ചെയ്തിട്ടും പിന്നീട് വരുന്ന 3 കോട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് വരുന്നത്. 12 ഇയേഴ്സ് കമ്പനി വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്ക് കളർ വേരിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ്, ഗ്രേ, ടെറാക്കോട്ട എന്ന് പറയുന്ന 3 കളറിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഈ മെറ്റീരിയൽ. പിന്നീട് നമുക്ക് കുറച്ചധികം ടൈൽ അഡിസീവ് റേഞ്ചസിലേക്ക് വരുന്നുണ്ട്. ഇപ്പം 8 വേരിയൻറ്റിലുള്ള സിമെൻറ്റീഷ്യസ് പ്രോഡക്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. CT, CT+, VT, VT+, NT, NT+, അങ്ങനെയുള്ള ഒരു വൈഡ് റേഞ്ചസിലുള്ള നമുക്ക് 8 രീതിയിലുള്ള സിമെൻറ്റീഷ്യസ് പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. അതായത് ഏത് രീതിയിലുള്ള വെട്രിഫൈഡ് ടൈൽസും എത്ര സൈസ് ആണെങ്കിലും എത്ര വലിയ ഗ്രാനൈറ്റ് ആണെങ്കിലും നമുക്ക് ഒട്ടിക്കാൻ പറ്റുന്ന ഇന്ത്യൻ സ്റ്റാൻഡേർഡും US സ്റ്റാൻഡേർഡും അംഗീകരിച്ചിട്ടുള്ള മെറ്റീരിയൽസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നീട് നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഒരു മൾട്ടിപ്പിൾ സർഫസ്, അതായത് ഈ പറയുന്ന സ്റ്റീൽ സർഫസ്, പ്ലൈവുഡ്, ഇല്ലെങ്കിൽ വേറെ വി ബോർഡ്, അങ്ങനെയുള്ള ഏരിയാസിലേക്ക് നമുക്ക് ടൈൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു 2K കമ്പോണൻ്റ് ആയിട്ട് വരുന്ന PU റേഞ്ചസിൽ വരുന്ന ഒരു 2K വരുന്നുണ്ട്. പിന്നീട് അതിനുശേഷം റാപ്പിഡ് എന്ന് പറയുന്ന ഈ ഒരു മെറ്റീരിയൽ വരുന്നുണ്ട്. ഇത് നമ്മൾക്ക് ഈ സ്പോട്ട് ബോണ്ടിങ് ആണ്. ഇമീഡിയറ്റ്ലി പെട്ടെന്ന് തന്നെ ടൈലിനെ വെർട്ടിക്കൽ സർഫസിലും, അതായത് ലൈക്ക് വാൾസ്, വെർട്ടിക്കൽ വാൾസ്, ഇല്ലെങ്കിൽ സീലിംഗ്, ആ ഒരു ഏരിയാസിലൊക്കെ നമുക്ക് ഈ ഒരു സ്പോട്ട് ബോണ്ടിങ് യൂസ് ചെയ്യാൻ പറ്റും. ഫുഡ് ട്രാഫിക്കിൽ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മേ ബി ടൈല് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് നമുക്ക് അപ്പോക്സി വരുന്നുണ്ട്, 2K വരുന്നുണ്ട്, 3K വരുന്നുണ്ട്. 2K അപ്പോക്സീസ് ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാ റേഞ്ചസിലുള്ള കളേഴ്സും വരുന്നുണ്ട്. നമുക്ക് 1 kg, 4 kg പാക്കിംഗ് അവൈലബിൾ ആണ്. പിന്നീട് ഇതിന് പുറമെ നമുക്ക് റിപ്പയറിംഗ് പ്രൊഡക്ട്സ് ആയിട്ടുള്ള SBRും പിന്നീട് 5+ എന്ന് പറയുന്ന വേറെ 2 പ്രൊഡക്ട്സ് വരുന്നുണ്ട്. ഈ SBRും 5+ എന്ന് പറയുന്ന ഒരു റിപ്പയറിംഗ് രീതിയിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ്. ഏത് രീതിയിൽ വേണേലും നമുക്ക് ഈ ഒരു മെറ്റീരിയലിനെ യൂസ് ചെയ്യാൻ പറ്റും. ഒരു എക്കണോമി റേഞ്ചിലുള്ള വാട്ടർ പ്രൂഫിംഗ് സെഗ്മെന്റിലേക്ക് നമുക്കിതിനെ മാറ്റാൻ പറ്റും. അപ്പം ബോണ്ടിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളുടെ രീതിയിലേക്ക് ഇതിൻ്റെ റേഷ്യോസിനെ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇതിന് വേണ്ട ഒരു റിപ്പയറിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. സ്ലാബുകൾ, റൂഫ്, പ്ലാസ്റ്റിക് സർഫേസ് എന്നിവ എല്ലാ ഭാഗങ്ങളിലേക്കും നമുക്കിത് ചെയ്യാൻ പറ്റും. പിന്നീട് നമുക്കിവിടെ വേറെ കുറച്ച് പ്രൊഡക്ട്സ് വരുന്നുണ്ട്. എക്സ്ക്യൂസ് മീ. ഇത് റിപ്പയർ ടുഡേ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ആയിരുന്നു. ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ഈ ചെറിയ രീതിയിലുള്ള പ്ലാസ്റ്റിക് പാച്ചസ് ഉണ്ടാവും. ആ പാച്ചസിനെ എല്ലാം ഇപ്പം ഫിനിഷിംഗ് സ്റ്റേജിൽ നമ്മൾ ഒരുപാട് പാച്ചസ് നമ്മുടെ വീടുകളിൽ കാണാൻ പറ്റും. ആ ഒരു ഏരിയാസിലെല്ലാം നമുക്ക് ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് തന്നെ പാച്ച് ഫില്ല് ചെയ്യാൻ പറ്റും. ഇതിന് നമുക്ക് ക്യൂറിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. ഇതൊരു 5 kg ബാഗിലാണ് വരുന്നത്. റിപ്പയർ ടുഡേ എന്നാണ് ഈ മെറ്റീരിയലിന്റെ പേര്. നോർമലി നമ്മൾ ഈ 5 kg ബാഗിൽ യൂസ് ചെയ്യുന്ന ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് സ്മോൾ ഏരിയാസ്, വളരെ ചെറിയ ഏരിയാസിലേക്കുള്ള പ്ലാസ്റ്റിക്കിനായിട്ടാണ് നമ്മളിത് സജസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് ക്രാക്ക് ഫിൽ എന്ന് പറയുന്ന ഈ ഒരു മെറ്റീരിയൽ വരുന്നുണ്ട്.
നോർമലി നമ്മൾ ഇന്ന് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് വാൾ ക്രാക്ക് എന്ന് പറയുന്നത്. ഈ മെറ്റീരിയൽ കൊണ്ട് നമുക്ക് ക്രാക്ക് വെർട്ടിക്കൽ വാളിൽ 10 mm വരെ വരുന്ന ക്രാക്കുകൾ ഫില്ല് ചെയ്യാൻ പറ്റും. പെയിന്റിംഗ് സർഫസിലോ ഇല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും നമുക്ക് ഈ പറയുന്ന മെറ്റീരിയൽ യൂസ് ചെയ്യാം. ഇതൊരു സ്പോഞ്ച് പോലെയുള്ള ഒരു മെറ്റീരിയലാണ്. ജസ്റ്റ് ഈ മെറ്റീരിയൽ എടുക്കുന്നു, വാൾസിൽ ഫില്ല് ചെയ്യുന്നു, ആ ക്രാക്കുള്ള ഭാഗങ്ങളിൽ ഫില്ല് ചെയ്യുന്നു, ജസ്റ്റ് പെയിന്റ് ചെയ്യുന്നു. ഇത്രയാണ് ഇതിന് വരുന്നത്. 10 mm വരെയുള്ള ക്രാക്ക് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും.